ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മിൽക്ക് പേടയാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഈ സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പാൽപ്പൊടി വേണം. ഞാനിവിടെ 1.5 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് പാൽപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാലൊക്കെ ചായയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന പാൽപ്പൊടി ഇല്ലേ, അങ്ങനത്തെ ഏത് തരം പാൽപ്പൊടിയാണെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എടുക്കുമ്പോൾ പക്ഷേ ഫുൾ ക്രീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ക്രീമിയും നല്ല ടേസ്റ്റ് കൂടാനായിട്ട് അത് തന്നെയായിരിക്കും നല്ലത്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല്, തിളപ്പിച്ചാറിയ പാലില്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. അത് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പിനേക്കാളും 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെയാണ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് സാഫ്രോൺ മിൽക്ക് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സാഫ്രോൺ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1-2 നുള്ള് കുങ്കുമപ്പൂവ് പാലിൽ കുറച്ചേറെ ഇട്ട് വെച്ചിട്ട് ആ പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതെടുത്തത്, അതും കൂടെ ഒരു 1-2 പിഞ്ച് ചേർത്താലും മതി. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്, ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. ഒത്തിരി കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ ലൂസായി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പേടയിലെന്ന് പറയുമ്പോൾ അത്യാവശ്യം നെയ്യ് ഉണ്ടാവും. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നെയ്യ് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. നെയ്യിലുണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും ആ കറക്റ്റ് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. നെയ്യ് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഉപയോഗിക്കാം. പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്കും നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അതല്ല ഈ സമയത്ത് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഈ നെയ്യുടെ ഒപ്പം തന്നെ ചേരണം. ആ ഒരു സമയം വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത കണ്ടൻസ്ഡ് മിൽക്ക് നെയ്യിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽപ്പൊടിയുടെ ആ മിക്സ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കണം ബാറ്റർ ഇരിക്കുന്നത്, അക്കാര്യം ശ്രദ്ധിക്കുക. ഒത്തിരി തിക്കായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. പിന്നെ തീരെ ലൂസായിട്ടാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ഈ തീയിലിട്ട് വഴറ്റി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ബാറ്റർ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബാറ്റർ നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ബാറ്റർ കറക്റ്റായിട്ടുള്ള പാകമായിട്ട് കിട്ടും. അതുവരെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുങ്കുമപ്പൂ ചേർത്ത പാല് ചേർത്ത് കൊടുത്തു, പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, അതൊന്നും ചേർക്കണം നിർബന്ധമില്ല. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുമെന്ന് മാത്രം. അതൊന്നും ഇല്ലെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല പോലെ മിക്സ് ഇങ്ങനെ ഇതായിട്ട് കട്ടയായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ഒട്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ കട്ട കെട്ടിപ്പോവും. പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാണ്ട് ഭയങ്കര പ്രയാസമാവും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് ബാറ്റർ തിക്കായി വരുന്നുണ്ട്. നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേട അത്രയും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പറ്റാവുന്ന അത്രയും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടോ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരും. മുഴുവൻ ബാറ്ററും ഇങ്ങനെ ഒരേപോലെ നമ്മളിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പം കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങും. ആ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ പാത്രത്തിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നമുക്കിതാക്കിയെടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പാകം മതി. കണ്ടോ ഇത് നന്നായിട്ട് സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകം മതി. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് പേട ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കൈകൊണ്ട് പരത്താൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് തണുത്ത് പോകാനായിട്ട് നിൽക്കേണ്ട. കൈകൊണ്ട് എടുക്കാൻ പാകത്തിനുള്ള പാകമായി കഴിയുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. 2 കൈയിലും അല്പം നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലാണെങ്കിലും ഇത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കറക്റ്റായിട്ടൊന്ന് വട്ടത്തിൽ തന്നെ ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും ഇത് പ്രസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഒന്നെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ജസ്റ്റ് അതിങ്ങനെ പ്രസ് ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. പിന്നെ അത് നമുക്കിത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് പേടയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാരയാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മിൽക്ക് പേട. നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.